സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന് 77 വയസ്സും സംസ്ഥാന രൂപീകരണത്തിന് ശേഷം 68 വർഷങ്ങളും പൂർത്തിയാകുകയാണ്. ഈ കാലഘട്ടത്തിലെ വികസന നേട്ടങ്ങളായി അതിവേഗ പാതകളും ആഡംബര വാഹനങ്ങളും വർണ്ണപ്രഭ വിതറുന്ന ജീവിത സൗകര്യങ്ങളും മുഖ്യധാരാ ജനത സ്വന്തമാക്കി. എന്നാൽ 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 1.5% 4,84,839 മനുഷ്യർ മാത്രമുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗങ്ങൾ എന്ത് നേടി? വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി 7ാം ഡിവിഷനായ ആർമാട് സർക്കാർ കോളനിയിൽ നമുക്കൊന്ന് പോയി വരാം. ഇതിവിടുത്തെ താമസക്കാരനായ അനീഷിന്റെ വീട്. 3 വർഷത്തോളം നീതി കൊടുത്തു. ഒരു വീടിനും ഈ പരിസരം കിട്ടാൻ വേണ്ടി നീതി പറ്റുന്ന ഒരു വീടിനും നീതി കൊടുത്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ജീവിക്കണത്. ദുരിതം എന്ന് പറഞ്ഞാൽ ദുരിതത്തിന്റെ ഒരു പകുതി ഭാഗം എത്തിയിട്ടുണ്ട്. പകുതി ഭാഗത്തിലും ഒരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 8 ആളാണ് ഈ വീട്ടിൽ താമസിക്കണേ. 8ലും 2 പെങ്കൊച്ചും മക്കള അമ്മയും അച്ഛനും എല്ലാവരുമാണ്. ഒരു കിച്ചണിൽ കയറി ഭക്ഷണം ഉണ്ടാക്കാനോ പിന്നെ ഉള്ള ചെറിയ പേർക്ക് വിളമ്പി കൊടുക്കാനോ അങ്ങനത്തെ ഒരു ഇത് കിട്ടുന്നില്ല. ഒരു വീടിന് കൊടുത്തിട്ട് 3 വർഷം പറഞ്ഞിട്ട് 4 വർഷം ഒരു മെമ്പർമാരോ ഒരു പ്രൊമോട്ടറോ ആരെങ്കിലും കയറി വന്നിട്ട് നോക്കുകയാണെങ്കിൽ ആ ഷെഡ് കാണിച്ചു തരാം. ഒരു ഷെഡ് കെട്ടിയിട്ട് ആ ഷെഡിനുള്ളിൽ ഫുള്ളും കരിച്ചാൻ്റെ മാന്തരി. നാട്ടില് വണ്ടി ഓടാൻ എല്ലാവർക്കും പണ്ടുണ്ട്. ഒരു കയറി കിടക്കാനോ അതിന് മാത്രം ഒരു ഫണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ഏത് മെമ്പർമാരുള്ള സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള കോളനിയാണ് ബത്തേരി ആർമാട് കോളനി. 7ാം ഡിവിഷനാണ് ഇവിടെ. ഈ കോളനിയിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഈ നിൽക്കുന്ന ഈ കുടുംബങ്ങൾ മുൻപ് ഈ പ്രളയം വന്ന സമയത്തും ഈ വീടിൻ്റെ അകത്ത് മുഴുവൻ വെള്ളം കയറുകയും ഇവിടെ താമസിക്കാൻ പറ്റാതെ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിച്ച ദുരിതത്തിലാണ്. ദുരിതത്തിൽ എന്ന് വെച്ചാൽ ഭയങ്കര ദുരിതത്തിലാണ്. ഇവർക്കൊന്ന് പുറത്തു പോയി ഒരു കൂലിപ്പണി എടുത്ത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അകത്ത് വന്നിട്ട് ഒരു ഭക്ഷണം പോലും വെച്ച് കഴിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി നോക്കണം. വീടിൻ്റെ അകത്തിരുന്ന് എന്തെങ്കിലും മഴ പെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് തല മൂടണം, അല്ലെങ്കിൽ കുട ചൂടിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ. അത്രയും ഗതികേടിലാണ് ഈ കുടുംബം ഇവിടെ ജീവിക്കുന്നത്. ഈ ആദിവാസികളുടെ പേരും പറഞ്ഞ് കോടിക്കണക്കിന് ഫണ്ടുകൾ പുനരധിവാസത്തിന്റെ പേരിലും പട്ടികവർഗ വികസനത്തിന്റെ പേരിലൊക്കെ തന്നെ ചെലവഴിക്കപ്പെടുമ്പോൾ ഈ ഫണ്ടൊക്കെ എവിടെ പോകുന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ വീടാണിത്. ചോർന്നൊലിച്ച് പിന്നെ മക്കളെയും കൊണ്ട് പിഞ്ചു മക്കളെയും കൊണ്ട് താമസിക്കുന്നതാണ് ഈ വീട്ടിൽ. ഇത് കണ്ടില്ല വീടിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന്. ഞങ്ങളിപ്പോൾ കുടുംബ വീട്ടിലാണ് താമസിക്കുന്നത്. കുറേ പ്രാവശ്യം മെമ്പറുടെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിരുന്നു വീടിന്. അവരൊരു അന്വേഷണത്തിനും വരുന്നില്ല, ഒന്നിനും വരുന്നില്ല. ഇതാണ് ഈ വീടിൻ്റെ അവസ്ഥ. എന്ത് ചെയ്യാനാ? 4 മക്കളുണ്ട് എനിക്ക്. മക്കളും കെട്ടിയവനും ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇത് താമസിച്ച വീടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കൊല്ലം തോറും മഴ വരുമ്പോൾ ചോർച്ച കൊണ്ട് പിന്നെ ചോർച്ച ഇല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ കിടന്നുറങ്ങുന്നു. ചോറ് വെക്കുന്ന സ്ഥലത്തൊക്കെ ചോർച്ചയാണ്. പ്രകാശ വാഗ്ദാനങ്ങളല്ല, പ്രതിബദ്ധതയാണ് ഇവർക്ക് ആവശ്യം. കേരളത്തിലെ 29 എംപിമാരുടെ 5 കോടി വീതമുള്ള വാർഷിക ഫണ്ടിൻ്റെ എത്ര ശതമാനം ഈ ആദിവാസി മേഖലയിൽ ചെലവഴിച്ചു? MLA ഫണ്ടിൽ നിന്നും എത്ര ശതമാനം ചെലവഴിച്ചു? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയല്ലാത്തതിനാലാണോ വന്യജീവികൾക്കുള്ള പരിഗണന പോലും ഈ പാവം മനുഷ്യർക്ക് നൽകാത്തത്?